ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. വി.ഡി. സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T. സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M. ലിജു, റോജി M. ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N. ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി. വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്.
അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം HLL നിറവേറ്റുന്നതായും അവർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണ്ണമായും ജൈവ രീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൗമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്കതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30-ന് ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേനയെ വിന്യസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.